പാസ്റ്റർ ദേവദാസ് ചെല്ലൻ തുടർന്നുള്ള സമയം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ദാസൻ ശുശ്രൂഷിക്കും. അതിനായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കർത്തൃ ദിവസത്തിൽ ഇവിടെയുള്ള ദൈവമക്കളോട് ഒത്തൊരുമിച്ച് എനിക്കും വൈഫ്, മകളുടെ ഭർത്താവ്, കുഞ്ഞ്, ഞങ്ങൾക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഈ സഭയിൽ വരുവാൻ കർത്താവ് നല്ല അവസരം തന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്, വാഴ്ത്തുകയാണ്. അതിനുള്ള അവസരം ഒരുക്കി തന്ന കർത്തൃദാസനും കമ്മിറ്റി മെമ്പേഴ്സും ചർച്ചിനും യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ചൊല്ലുകയാണ്. കർത്താവിൻ്റെ കൃപയാൽ മാത്രമാണ് എനിക്കിവിടെ വരുവാൻ സാധിച്ചത്. കൃപ ഒന്നുമല്ലാതെ മറ്റൊന്നുമില്ല. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃദാസൻ പറഞ്ഞതുപോലെ ഞാൻ താമസിക്കുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റാണ്, തമിഴ്നാടാണ്, കേരളത്തിൻ്റെ ബോർഡറാണ്. ഞാൻ പ്രവർത്തിക്കുന്ന സെൻറ്റർ തമിഴ്നാട്ടിലെ ആറ്റൂർ സെൻറ്ററാണ്. മാർത്താണ്ഡത്തിനോടടുത്തുള്ള ഒരു സെൻറ്ററാണ് ആറ്റൂർ സെൻറ്റർ. അതിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് 2 വർഷമായി. ദൈവത്തിൻ്റെ കൃപയാൽ 1984 യേശുവിനെ കണ്ടുമുട്ടുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഇന്നേക്ക് ഏകദേശം കഴിഞ്ഞ ജനുവരി മാസം 4-ാം തീയതി ഈ സുവിശേഷ ഘോഷണത്തിൻ്റെ ഭാഗത്തിൽ നിൽക്കുവാൻ 40 വർഷം പൂർത്തീകരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. 40 വർഷത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. എങ്കിലും എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ സാധാരണ ആദ്യമായിട്ട് പോകുന്നിടത്ത്, പിന്നീടൊന്നും കൂടുതൽ പറഞ്ഞില്ലെങ്കിലും ആദ്യമായിട്ട് പോകുന്നിടത്ത് അല്പം അനുഭവ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാറുണ്ട്. ഒത്തിരി ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിങ്ങോട്ട് വന്നത്. അത് പ്രസ്താവിക്കുവാൻ വേണ്ടിയിട്ട് അല്പസമയം ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ എൻ്റെ ഭാഷ? ഓക്കെ, ക്ഷമിക്കുക. ഇച്ചിരി തമിഴ് കൂടെ ചില സന്ദർഭത്തിൽ ഏറി വരും, സാരമില്ല. ഓക്കെ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1:27. മലയാളത്തിൽ അവിടെ പോഷത്വം എന്ന് പറയുന്നു. തമിഴിലാണെങ്കിൽ ആ പദങ്ങൾ എങ്ങനെയാണ്? ஞானிகளை വെൾക്കപ്പെടുത്തുമ്പോഴേക്ക് ദേവൻ ഉലകത്തിന് പൈത്യമാനവേളை തരുന്നുകൊണ്ടാണ്. ആരെ തെരഞ്ഞുകൊണ്ട്? പൈത്യമാനവേളை. ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ നോക്കാമെങ്കിൽ അത് മെൻ്റലെന്നും ചിലതിൽ ലൂസെന്നും ഒക്കെ കാണാൻ സാധ്യമുണ്ട്. മെൻ്റലായതിനെ, ഭ്രാന്തനെ, മലയാളത്തിലാണെങ്കിൽ ഭ്രാന്ത്. 1960 ഒരു മാതാപിതാക്കൾക്കായി എനിക്ക് ജന്മം കിട്ടുവാൻ ഭാഗ്യം ലഭിച്ചു. എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഞാൻ മൂത്ത മകനാണ്. എനിക്ക് 3 സഹോദരങ്ങൾ, 2 സഹോദരിയും ഒരു അനുജനുമുണ്ട്. എൻ്റെ കുട്ടിപ്രായത്തിലുള്ള അനുഭവം നോക്കാം. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഒത്തിരി മണിക്കൂർ വേണം, 3-4-5 മണിക്കൂർ പറഞ്ഞാലും തീരില്ല. ഞാൻ 1-2 ആരംഭങ്ങൾ പറഞ്ഞിട്ട് വേഗം മുന്നോട്ട് ഞാൻ പോകും. എൻ്റെ കൊച്ചുപ്രായത്തിലാണെങ്കിൽ ഞാൻ ആദ്യം കാണുന്നതായ കാഴ്ച കുഞ്ഞു വീടാണ്. ഒരു കോൽ മണ്ണും ചവിട്ടിപ്പതച്ച് വെച്ച, നമ്മുടെ പഴയ അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും ഒക്കെ അറിയാം, കാലുകൊണ്ട് ചവിട്ടിക്കുഴച്ച് വയ്ക്കുന്നതായ മണ്ണ്. ഒരു കോൽ മണ്ണ്, 2.5 അടി ഹൈറ്റിലുള്ള മണ്ണ്. അതിൻ്റെ മുകളിൽ ഒരു 10-20 മടൽ ഓല കൊണ്ട് മേഞ്ഞ ഒരു കൊച്ചു കുടിലാണ്. ഒരു വാതിലേ ഉള്ളൂ.
അതും കുനിഞ്ഞേറണം. ഞാൻ സാധാരണ മൂത്ത പൈതലായതുകൊണ്ട് ഉറങ്ങുന്നത് അടുപ്പിൻ്റെ അടുക്കലാണ്, തറയിലാണ് അടുപ്പ്. രാവിലെ എണീക്കുമ്പോഴൊക്കെയും എൻ്റെ മുഖത്തൊക്കെ ചാരവും ആ കലത്തിലുള്ള കരിയും ഇങ്ങനെയൊക്കെയുള്ള അനുഭവത്തിലാണ് ഞാൻ ഉറക്കം കഴിക്കുന്നത്. അത് മാത്രമല്ല, എൻ്റെ ആ കൊച്ചു പ്രായത്തിൽ തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ കാണുന്ന ഒരു അനുഭവമുണ്ട്. എൻ്റെ പപ്പ ഭയങ്കര ചാരായക്കുടിയനാണ്. ചാരായം കുടിക്കും, കള്ളും കുടിക്കും. ചാരായ ബിസിനസ് വീട്ടിലുണ്ട്, കള്ള് ബിസിനസ്സുമുണ്ട്. ഒരു ചിമ്മിണി ഉളക്കം വെച്ചും കൊണ്ട് അപ്പ വീട്ടിൻ്റെ മുറ്റത്തിലിരിക്കും. വരുന്നവർക്ക് ഈ ചാരായത്തിനെ കൈവിരൽ മുക്കി കത്തിച്ച് കാണിച്ചു കൊടുക്കും. അതൊരു 2-3 പ്രാവശ്യം കത്തും. 25 പൈസ, 50 പൈസ, 10 പൈസയ്ക്കൊക്കെയാണ് ആളുകൾ ചാരായം വന്ന് കുടിക്കുന്നത്. ഏകദേശം ഒരു 6-7 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ചാരായം ഒഴിച്ചു തരികയുണ്ടായി. ഞാനത് കുടിച്ചു, എനിക്കൊന്നും അറിയില്ല. ഏകദേശം 9 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്, 1ാം സ്റ്റാൻഡേർഡിൽ പോകുന്നത്. ഏകദേശം 12 വയസ്സായപ്പോൾ സ്കൂളിലെ പഠിത്തം നിർത്തി. പിന്നെ ഞാൻ ഒരു ആദിവാസി പോലെ മാറി പറഞ്ഞാൽ, ഞാനും എൻ്റെ അമ്മയും കൂടെ ആ സമയത്തിലൊക്കെ ഈ പുൽത്തൈലമുണ്ടാക്കുന്ന ഒരു പുല്ലുണ്ട്, ചരുകപ്പുല്ലെന്നാണ് അവിടെ പറയുന്നത് നാട്ടിൽ. ആ പുല്ലറുക്കാൻ പോകും. 100 കിലോ അറുത്ത് കൊടുത്താൽ 1 രൂപ കിട്ടും. ഞാൻ കുറച്ച് നേരം അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യും. ഈ വെയിൽ ഉദിച്ച് കഴിയുമ്പോൾ, സൂര്യൻ ഉദിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ പുല്ല് കൊള്ളുന്ന സ്ഥലമൊക്കെ ഭയങ്കര ചൊറിച്ചിലും അത് അരമുണ്ട്, അത് മുറിയും, മേലൊക്കെ ഒലിക്കാൻ തുടങ്ങും. ഞാൻ അന്നേരം ആ നാട്ടിൽ എലവമ്പാറ അല്ലെങ്കിൽ വൈകുണ്ഠമെന്ന് പറയുന്ന സ്ഥലത്തിൽ ഒത്തിരി കുരങ്ങന്മാരുണ്ട്. ഈ കുരങ്ങന്മാരുടെ പുറകെ ഞാൻ നടക്കും. എന്തിനാണ് നടക്കുന്നതെന്നറിയാമോ? കുരങ്ങൻ അടുത്ത കണ്ടത്തിൽ നിന്നും കപ്പ പറിച്ച് തിന്നും. ആ കുരങ്ങൻ്റെ വായിൽ നിന്നും വീഴുന്ന കപ്പ കഷ്ണങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട്. ഇന്നൊക്കെ ആണെങ്കിൽ ആരും കുരങ്ങൻ കടിക്കുന്ന ഒരു സാധനവും നമ്മളെ നാട്ടിൽ തിന്നാറില്ല. ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ, ഈ കുരങ്ങൻ്റെ വായിൽ നിന്നും എപ്പോഴാണ് കപ്പ കഷ്ണം വീഴുന്നതെന്ന് നോക്കി നടന്ന് കുരങ്ങൻ്റെ വായിൽ നിന്നും വീഴുന്നതായ കപ്പ കഷ്ണത്തിനെ പറക്കിയെടുത്ത് അവിടുത്തെ കശുവണ്ടി മരത്തിലുള്ള പറങ്കിമാങ്ങ എന്ന് പറയുന്നതായ മാമ്പഴം തിന്ന് ഒത്തിരി നാളുകൾ എൻ്റെ ജീവിതം കഴിച്ചിട്ടുണ്ട്. ഇന്നും കുഞ്ഞു പ്രായത്തിൽ നടന്ന ഒരു സംഭവം കൂടെ ഞാൻ പറയട്ടെ. എൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അടിയാണ്. എന്നെയും അടിക്കും, അമ്മയും അടിക്കും, നാട്ടുകാരെയും വേണമെങ്കിൽ അടിക്കും. കുടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് മുഴു പ്രാന്ത. അങ്ങനെ ഒരു സമയം എന്നെയും അമ്മയെ ഞാൻ കുഞ്ഞു പരുവമാണ്, എല്ലാ ദിവസവും അമ്മയെ അടിക്കും, ഭക്ഷണം കഴിക്കുമ്പോഴടിക്കും. ആ ചോറൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ടെന്നും, ചോറും കപ്പയുമാണ് മീൻകറിയുമാണെന്ന് കാണുന്നത്. അതൊക്കെ എടുത്ത് അമ്മയുടെ തലയുടെ മണ്ടയ്ക്ക് കമത്തി തട്ടിയിട്ട് ചാണകം ഒഴുകുന്നത് പോലെ തലയെ പിടിച്ചു വെച്ച് കറക്കി ഈ ചോറും മീൻകറിയും ഒക്കെ തലയിൽ വെച്ച് ശരിക്കൊന്ന് വിരവി എടുത്തിട്ട് ഈ തലയെ ചുവരിൽ പിടിച്ചടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് കുഞ്ഞു പ്രായത്തിൽ ഞാൻ ചോദിക്കും, അമ്മ എന്തിനാണ് അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നെയും അടിക്കും, ഭയങ്കരമായിട്ട് മർദ്ദിക്കും, ചവിട്ടുകയും അടിക്കും. ഞാൻ പറയട്ടെ, എൻ്റെ ആയുസ്സിൽ പപ്പ മരിച്ചു ഒരു 7-8 വർഷത്തേക്ക് മുമ്പ് ഒരു ദിവസം പോലും എൻ്റെ അപ്പൻ്റെ സന്തോഷം ഒരു സെക്കൻഡ് പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല. അമ്മയാണ് എന്നെ സ്നേഹിക്കുന്നതും അമ്മയാണ് കൊണ്ട് വളർത്തിയതും. ഒരു ദിവസം അപ്പനെ അടിച്ച് പുറത്താക്കി. ഞങ്ങളൊരു മരിച്ചിനിപ്പറമ്പിൽ, കപ്പപ്പറമ്പിൽ പോയി കിടന്നുറങ്ങി. രാത്രിയായപ്പോൾ അമ്മ പറഞ്ഞു,
മക്കളെ, നമുക്കിനി ഈ ഭൂമിയിൽ ജീവിക്കണ്ട, മരിക്കണം. ഇച്ചിരി ഷുഗറിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അപ്പോഴപ്പോഴായിട്ട് തൊണ്ടയ്ക്ക് ഉണക്ക് വരും. മക്കളെ, മരിക്കണമെന്ന് പറഞ്ഞു. പാതിരാത്രി അമ്മ എന്നെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് നടന്നു. ഏകദേശം 1 കിലോമീറ്റർ ദൂരം നടന്നു. എവിടെയാണ് പോകുന്നത്? ശിവലോകമെന്ന് പറയുന്ന ഡാമിൽ പോയി ചാടിച്ചാകുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ വെള്ളച്ചിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ പോയപ്പോൾ അമ്മ പിടിച്ചിരുത്തിക്കൊണ്ട് കരഞ്ഞു. എൻ്റെ കവിളിലൊക്കെ ഒത്തിരി ഉമ്മ തന്നിട്ട് പറഞ്ഞു, എനിക്ക് ദൈവം തന്നെ ആദ്യമായിട്ട് തന്നതാണ്. നിന്നെ കൊല്ലുന്നത് എനിക്കിഷ്ടമില്ല, നമുക്ക് മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോഴൊരു 7-8 വയസ്സ് പ്രായമൊക്കെ തന്നെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 8 അല്ലെങ്കിൽ 9 വയസ്സ് പ്രായം. സ്കൂളിൽ പോകുന്നതിൻ്റെ ഈ സമയത്തിൻ്റെ ഒക്കെ ഇടയ്ക്കാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, തിരിച്ചു വന്നപ്പോൾ പൊന്നുമുത്തൻ എന്ന് പറയുന്ന ഒരു അങ്കിൾ റോട്ടിൽ നിൽക്കുക. എന്തെന്ന് ചോദിച്ചു. അത് ഞങ്ങളിങ്ങനെ ചാകാൻ വേണ്ടി പോയിട്ട് പിന്നെ തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു. വീട്ടിലെ പ്രശ്നമൊക്കെ കേട്ടു. പുള്ളി പറഞ്ഞു, ഇനി എന്തായിരുന്നിരുന്നാലും ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പുള്ളിക്കാരൻ വിളിച്ച് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നീ ഉറങ്ങാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ വീട്ടിൽ ഒരു ദിവസം ഉറക്കി. അവർക്ക് ഒരു 3 പിള്ളേരുണ്ട്. പുള്ളി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പുള്ളിയുടെ വീട്ടിൽ ഞാനൊരു ദിവസം അന്തി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നാളെ മുതൽ ഒരു പായ് തന്നേച്ച് പറയുന്നത്, നാളെ മുതൽ നീ നിൻ്റെ വീട്ടിൽ പോകണ്ട, നിൻ്റെ അപ്പൻ്റെ അടി കൊള്ളണ്ട, നീ ഇവിടെ കിടന്നോ. പുള്ളി എനിക്ക് തന്ന സ്ഥലമെന്ന് പറയുന്നത് ദൈവമക്കളെ, കാരണം പുള്ളിയെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്ക് വേറെ സ്ഥലമില്ല. 2 റൂമേ ഉള്ളവർക്കാകെ 3 പിള്ളേരും അവർ ഭാര്യയും ഭർത്താവും ഉണ്ട്. പുള്ളി തന്നു അവരുടെ വീട്ടിലെ പശുവും തൊഴുത്ത്, മലയാളത്തിൽ പറഞ്ഞാൽ എരുത്തിലെന്ന് പറയില്ലേ, ആ മാട്ടുത്തൊഴുത്തിൽ 2 പോത്തുണ്ട്. വയലൂടുന്നതായ പോത്താണ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ 2 പോത്തുള്ള സ്ഥലത്തിൽ പോത്തപ്പുറത്തും അതിന് പുല്ലിടേണ്ട ഒരു സ്ഥലം, പുല്ലുകൊണ്ടൊന്ന് ഇടേണ്ട ഒരു സ്ഥലം ഇപ്പുറത്തുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു പായും മരിച്ച് എനിക്ക് തന്നു. ഒരു പോത്തിൻ്റെ കൂടെ ഉള്ള ഉറക്കമെന്ന് പറയുമ്പോൾ പോത്തിനെ കടിക്കാൻ കൊതുക് ഇഷ്ടം പോലെ വരും. പോത്ത് അതിൻ്റെതായ യൂറിനൊക്കെ അടിച്ചേച്ച് ചാണകം ഇടുമ്പോൾ ആ യൂറിനടിച്ച സ്ഥലത്തിൽ ചാണകം വീഴുന്നു. ആ പശുവിൻ്റെ പോത്തിൻ്റെ ഒക്കെ യൂറിനൊക്കെ എൻ്റെ മേലിൽ വന്ന് വീഴുന്നതൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ മാട്ടുത്തൊഴുത്തിൽ ഏകദേശം 2 വർഷം വരെ ഞാൻ കടന്നു. എൻ്റെ ദൈവമക്കളെ, അതിനുശേഷമാണ് എൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുന്നത്. പിന്നെ സ്കൂളിൽ 13 വയസ്സായപ്പം മാറി. അതിനുശേഷം ഞാൻ ഭയങ്കര ചുമടെടുപ്പുകാരനായി മാറി. കഴുത ചുമന്നത് പോലെ ഭാരം ചുമക്കുന്ന ഒരു മനുഷ്യനായി മാറി. 50 കിലോ 60 കിലോ ഒരു 10, 13, 14 വയസ്സിലൊക്കെ ചുമ്മുവാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നു. ഭയങ്കര ഒരു ചുമട്ടുകാരനായി, കരിങ്കല്ല് ചുമക്കുന്നവനായി, മണൽ ചുമക്കുന്നവനായി, ചാണകം ചുമന്നവനായി മാറി. ഈ കിട്ടുന്ന കാശുകളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര റൗഡീസമാണ്. അവിടെ രായപ്പനെന്നും പൊന്നുമുത്തനെന്നും റോസയ്യനെന്നും ചിന്നത്തമ്പിയെന്നും മുത്തുസ്വാമിയെന്നും പൊന്നുസ്വാമിയെന്നും ഒക്കെ ഭയങ്കര റൗഡികളുണ്ട്. എല്ലാം 2 ഗോഷ്ഠിയാണ്. അവിടെ ജീവിക്കണമെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഒരു ഗോഷ്ഠിയിലായില്ലെങ്കിൽ പറ്റില്ല. ദൈവമക്കളെ, പിന്നെ ഈ ചുമട് കിട്ടി ഈ ചുമടൊക്കെ ചുമന്ന് കിട്ടുന്ന കാശൊക്കെ കൊണ്ട് അടിവേലിയും കുസ്തിയും കളരിപ്പയറ്റും വാൾപ്പയറ്റും ഒറ്റത്തട്ടും ചെരവനടിയും മറവനടിയും നെടുതടിയും കുറുതടിയും മർമ്മവും 7 ആശാൻ്റെ കൂടെ ഏകദേശം 10-18 വയസ്സ് വരെ പഠിച്ച് ഞാനൊരു കളരി ആശാനായി മാറി. എൻ്റെ സ്ഥിതി പിന്നെ വേറെ ലെവലിലേക്ക് മാറി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പൊന്നുമുത്തനും രായപ്പനും ചിന്നത്തമ്പിയും ഒക്കെ വരുമ്പോഴൊക്കെ ആളുകളൊക്കെ ഈ മുണ്ടുകുത്തൊക്കെ അഴിച്ചൊന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുനിഞ്ഞ് നമസ്കരിക്കും.
എന്നെയും ആളുകൾ ഇങ്ങനെ ഞാൻ വരുമ്പോഴും ഇങ്ങനെ ഒന്ന് വണങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാനൊരു ഭയങ്കര റൗഡിയായി മാറി. റൗഡിയായിട്ട് മാറിയത് മറ്റുമല്ല, നല്ലതുപോലെ കള്ളു കുടിക്കും, ചാരായം മാറ്റും, ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്. ഏകദേശം 10-200 ശിഷ്യന്മാരെനിക്കായി 18-20 വയസ്സിൽ. കളരിപ്പയറ്റിൻ്റെ ആശാൻ ദേവദാസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒക്കെ എല്ലാവരും അറിയും. അത്തരം ഒരു ആശാനായിട്ട് മാറി. എൻ്റെ ആഗ്രഹം ഈ നാട്ടിലൊരു റൗഡിയായിട്ട് ജീവിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടവുമായി, ഭയങ്കര ഹെറ്റപ്പുമായി. എന്നെ കാണുമ്പോൾ ഒക്കെ എന്നെക്കാളും പ്രായമുള്ളവരൊക്കെ എണ്ണീറ്റ് ഇനി ഈ കളരി പഠിപ്പിക്കാൻ പോകുമ്പം തിരിവൊക്കെ കത്തിച്ചിട്ട് വന്ന് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും വന്ന് കാലിൽ വീണ് ആദ്യം തൊഴുത് സ്പെഷ്യലുള്ള കളരിപ്പയറ്റൊക്കെ തുടങ്ങുമ്പോൾ കാലിൽ വന്ന് വീണൊന്ന് തൊഴും, ഒരനുഗ്രഹം കൊടുക്കും അവർക്ക്. ഞാനൊരു 18 വയസ്സ് 20 വയസ്സിനകത്തുള്ള പ്രായം 10, 40, 50 വയസ്സുള്ളവരെ പഠിപ്പിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എന്തെന്ന് പറഞ്ഞാൽ ചുരുട്ടുവാൾ വീശുവാൻ അറിയാം, പിന്നെ മാറിപ്പറഞ്ഞ ആനവർമ്മം വരെ പഠിച്ചു. ഒന്ന് വീഴുന്നാൽ തട്ടി എഴുപ്പിക്കാനൊക്കെ അറിയാം, ഒത്തിരിയൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ ഭയങ്കര ഒരു ലെവലിൽ വന്നപ്പോൾ ഒരു 4-5 കേസിൽ പ്രതിയായി. എന്തൊക്കെ കേസെന്നില്ലൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നു. ഒരു 5 കേസിൽ പ്രതിയായി, 4-5 കേസിൽ പ്രതിയായി. അന്ന് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്നതുകൊണ്ട്, അന്നത്തെ MP-യും MLA-യും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നതുകൊണ്ട്, പാർട്ടി പിടിയുള്ളതുകൊണ്ടൊക്കെ ആ കേസിൽ നിന്നൊക്കെ ഞാൻ ഊരിപ്പോന്നപ്പോൾ എനിക്ക് തോന്നി ഇനി എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് സ്ഥലം വിട്ടൊന്ന് പോകണമെന്ന് പറഞ്ഞും കൊണ്ട് ഞാൻ കോഴിക്കോടെന്ന് പറയുന്ന സ്ഥലം, കോഴിക്കോട്ടിൽ നിന്നും ഏകദേശം ഒരു 10, 40, 50 കിലോമീറ്ററിനപ്പുറം കക്കയം എന്ന് പറയുന്ന സ്ഥലം. കക്കയത്ത് അവിടെ ഒരു ഡാമുണ്ട്, കക്കയം ഡാം. പണ്ട് ബ്രിട്ടീഷുകാർ അവിടെ ഭരിച്ചിരുന്ന സമയത്തിൽ കെട്ടിയ ഒരു വലിയ ഡാമുണ്ട്. അവിടെ പവർ ഹൗസ് ഉണ്ട്, കറണ്ട് ഉൽപ്പാദന പ്രവർത്തനം അവിടെ ഉണ്ട്. അവിടെ ഒത്തിരി ഉദ്യോഗസ്ഥരുണ്ട്. അവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ ഹാർഡനുണ്ട്, റേഞ്ച് ഓഫീസറുണ്ട്, ഇങ്ങനെ ഫോറസ്റ്റിലുള്ള ജോലിക്കാരൊക്കെ ഉണ്ട്. ഞാനവിടെ കക്കയത്തിൽ മോഹൻ പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റിൽ ടാപ്പിംഗ് ജോലിയുമായിട്ട് ഞാൻ അവിടെ ആദ്യം ജോയിൻ ചെയ്തു. പിന്നെ ആ ദേശത്തിൽ ഒരു അടി നടക്കുകയുണ്ടായി. കരേട്ടമണി എന്ന് പറയുന്ന ഒരു ഭയങ്കര റൗഡി ഉണ്ടായിരുന്നു അവിടെ. അവനെയൊക്കെ ഒരു സന്ദർഭത്തിൽ ഞാൻ അടിച്ച് വീഴ്ത്തുകയുണ്ടായി. അതിനുശേഷം ഞാൻ അവിടെ റൗഡിയായി. കക്കയത്ത്, കേരളത്തിൻ്റെ കോഴിക്കോട്ടിനപ്പുറം കക്കയത്ത്. ഈ സംഭവം അറിഞ്ഞുകൊണ്ട് അവിടുത്തെ പോലീസും SIയും ഒക്കെ എന്നെ വന്ന് കണ്ടു. ഞാൻ അവരുടെ മുന്നിൽ ഡൈവടിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതൊക്കെ ഇവർ കണ്ടപ്പം ഇവനിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ എന്നല്ലേ വിചാരിച്ച് അവിടുത്തെ SIക്കും പോലീസിനും ഫോറസ്റ്റ് ഓഫീസർക്കും ഒക്കെ അടിവേലയും കുസ്തിയും കളരിപ്പയറ്റും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഏകദേശം ഒരു 6 മാസം മുന്നോട്ട് പോയി. പെട്ടെന്ന് എൻ്റെ വയറ്റിനകത്തൊരു വേദന. അപ്പം ഞാൻ ജോലി ചെയ്യുന്നതായ ഡോക്ടർ വന്ന് BK രാമചന്ദ്രൻ, തിരുവനന്തപുരം പേരൂർക്കടയുടെ അടുത്ത് ഒരു അമ്പലമുക്കെന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, JJ ഹോസ്പിറ്റലെന്ന്. അതിൻ്റെ ഉടമയാണ് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന മുതലാളി. ഞാൻ പറയട്ടെ, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ മുകുന്ദൻ ഞാൻ ജോലി ചെയ്യുന്ന മുതലാളിയുമായിട്ടുള്ള ബന്ധമുള്ള ഒരു ഡോക്ടറാണ്. ഡോക്ടർ മുകുന്ദൻ എന്നെ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു, എന്തായാലും ദേവദാസ് ഇന്ന് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, എൻ്റെ സിഗരറ്റ് പോക്കറ്റിൽ നിന്ന് ഞാൻ ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചു. അടുത്ത് ബാക്കിയിരുന്നതായ 10 സിഗരറ്റ് ഉണ്ടായിരുന്നു, അതിൽ 1 എടുത്ത് വലിച്ചു. ഇച്ചിരി കഴിഞ്ഞ് നോക്കിയപ്പോൾ 9-10 സിഗരറ്റിൻ്റെ കുറ്റി അവിടെ കിടപ്പുണ്ട്. നർസ് വന്നു, നർസിനെ അടിച്ചു. ഡോക്ടർ വന്നു, ഡോക്ടറെ അടിച്ചു. അവിടുത്തെ ലേബൊക്കെ അടിച്ചു നോക്കി. ഞാനൊരു ഭ്രാന്തനായി മാറി. എന്നെ അവർ മയക്ക ഇഞ്ചക്ഷൻ എന്തൊക്കെ എറിഞ്ഞ് എന്തായിരുന്നിരുന്നാലും എന്നെ പിടിച്ച് കെട്ടി. എന്നെ കെട്ടിലാക്കിയിട്ട് മുതലാളിക്ക് വിളിച്ച് പറഞ്ഞു, എന്നെ കോഴിക്കോട്ടിനപ്പുറം കക്കയം എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നും
ഒരു ആംബുലൻസിനകത്ത് കയറ്റി എൻ്റെ കൈയും കാലുമൊക്കെ ചങ്ങല വെച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു ആംബുലൻസിനകത്ത് ഏകദേശം ഈ കോഴിക്കോട്ടിൻ്റെ അപ്പുറം കക്കയത്ത് നിന്ന് എൻ്റെ നാട് വരെ വരണമെങ്കിൽ 450-500 കിലോമീറ്ററിനകത്തുണ്ട്. ഇത്രയും സ്ഥലം ഇവരെന്നെ ഒരു ആംബുലൻസിൽ കൊണ്ടുവന്നു. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ, ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ താമസിച്ച എനിക്ക് വളർന്ന നാട്ടിൽ 6 മണിയായപ്പോൾ ഒരു ആംബുലൻസ് വന്ന് നിൽക്കുന്നു. ആംബുലൻസിൽ സാധാരണ ജീവനുള്ള മനുഷ്യരെ കൊണ്ടുവരാറില്ലല്ലോ. ആംബുലൻസ് വന്നപ്പോൾ ആളുകളൊക്കെ ഓടിക്കൂടി. നാട്ടുകാരൊക്കെ ചോദിച്ചെന്ന് എന്താ സംഭവം? അത് ദേവദാസ്. ഒരു കൂട്ടം ആളുകൾ വിധി എഴുതി ദേവദാസിൻ്റെ ബോഡി വന്നു. അപ്പനും അമ്മയൊക്കെ ഓടി വന്നു, സഹോദരങ്ങളൊക്കെ ഓടി വന്നു, നാട്ടുകാർ ഒത്തിരി ആളുകൾ കൂടി. പക്ഷേ എന്നെ പുറത്തിറക്കുന്നത് ആള് ബോഡിയായിട്ടല്ല, കയ്യും കാലും ചങ്ങലയിട്ടവനായിട്ട് ഇറക്കി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഷോർട്ടായിട്ട് പറയട്ടെ. 2 വർഷക്കാലം 1982 മുതൽ 84 വരെയും ഞാനൊരു ഭ്രാന്തനായിട്ട് എൻ്റെ സ്വന്തം നാട്ടിൽ നടന്നു. കയ്യിൽ കിട്ടിയവരൊക്കെ തല്ലി, അപ്പനെ തല്ലി, അമ്മയെ തല്ലി, സഹോദരങ്ങളെ തല്ലി, നാട്ടുകാരെ തല്ലി. തല്ലുകൊടുപ്പല്ലാതെ എനിക്ക് വേറെ ജോലിയില്ല. എന്നെ ഒന്ന് പിടിച്ചു കെട്ടുവാൻ പറ്റാതെ മന്ത്രവാദങ്ങളും എന്തെല്ലാം, എന്നെ കൊണ്ടുപോകേണ്ട സ്ഥലങ്ങളൊന്നുമില്ല. എൻ്റെ സഹോദരങ്ങളൊക്കെ കൂടെ ഒത്തിരി എന്തൊക്കെ പണികൾ ചെയ്തെന്ന് നമുക്കിതൊന്നും അറിയില്ല. നമ്മളങ്ങ് ഭ്രാന്തനായി നടക്കല്ലേ. 1984 ജനുവരി മാസം 4-ാം തീയതി പുലൂർശാല എന്ന് പറയുന്ന സ്ഥലത്തിൽ, എൻ്റെ വീട്ടിൻ്റെ 2 കിലോമീറ്റർ അപ്പുറത്ത്, കുറച്ച് പയ്യന്മാരൊക്കെ കൂടി എന്നെ എന്തായിരുന്നാലും ആ മീറ്റിങ്ങിന് കൊണ്ടുപോയി. കൺവെൻഷനാ. പാളയംകോട്ടയം, തമിഴ്നാട്ടിലുള്ള പാളയംകോട്ടയം എന്ന് പറയുന്നത് സ്ഥലത്തിൽ നിന്നുള്ള പാസ്റ്റർ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ, ഭൂതശാന്തിയും രോഗശാന്തിയും ഒക്കെ ഉള്ള ഒരു ദൈവദാസൻ. ഇവരെന്നെ അവിടെ കൊണ്ടുപോയപ്പോൾ പാട്ടുപോയർ മുന്നേ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പോയി പാട്ടുകാരുടെ ഇടയിൽ നിന്ന് അവരോട് കൂടെ കൈയടിച്ച് ഭയങ്കര പാട്ട് പാടണം. എൻ്റെ ഉദ്ദേശവും പ്ലാനുമൊക്കെ വേറെയാണ്. ഇവരെ തൂക്കി അടിക്കണം. ആ ഒറ്റ ലക്ഷ്യത്തോടാണ് ഞാൻ അതിനകത്ത് കയറിയിരിക്കുന്നത്. അവരെ ആരെയൊക്കെ പിടിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചപ്പോൾ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളും ദൈവദാസന്മാരും ഒക്കെ കൂടെ ഒരൊറ്റ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു. ആകാശത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, ഇവൻ്റെ മേലൊന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ മുന്നിൽ എൻ്റെ പൈത്യമൊന്നും അവിടെ വില പോയില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 1984 ജനുവരി മാസം 4-ാം തീയതി, ഹല്ലേലൂയ, ലോകരക്ഷകനായ യേശു, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ യേശു, മാനവജാതിയുടെ വീണ്ടെടുപ്പുകാരനായ യേശു എന്നെ രക്ഷിച്ചു. ഞാനൊരു മല പോലെ അവിടെ പോയി. ഞാൻ തിരിച്ചു മടങ്ങി വന്നത് ഒരു പുഷ്പം പോലെ വന്നു. ഹല്ലേലൂയ. അന്ന് രാത്രി, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. ദേവദാസേ, നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റെ വേല ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മളിവിടെ വായിച്ച വചനത്തിൽ അങ്ങനെയാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ വേണ്ടി ദൈവം ലോകത്തിലെ പോഷത്വമായതിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ദൈവമക്കളെ, ഞാൻ പറഞ്ഞു, അയ്യോ ദൈവമേ, എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്ത് പ്രസംഗിക്കും, ഞാൻ എന്ത് വേല ചെയ്യും, പറ്റില്ലെന്നൊക്കെ ഒത്തിരി നേരം പറഞ്ഞു. ഒരു 10-30 മിനിറ്റ് യേശുപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നീ എൻ്റെ വേല ചെയ്യണം, ഞാൻ നിന്നെ അയക്കുന്നിടത്തൊക്കെ നീ പോകണം, നിന്നെ ഞാൻ പ്രയോജനപ്പെടുത്തും. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. യേശു അവിടെ പറഞ്ഞതായ, എന്നോട് പറഞ്ഞ കാര്യങ്ങൾ. பேசுகிறவர் நீங்கள் அல்ல, உங்கள் பிதாவின் ஆவியானவர் உங்களோடு இருந்து பேசுவார். ലൂക്കോസിൻ്റെ സുവിശേഷം
12-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ അതിൻ്റെ 12 വായിച്ചാട്ട്. പറയേണ്ടത് ആ നാഴികയിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. താഴോട്ടുള്ള വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുമെന്നുള്ള ഉറപ്പ് തന്നു. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. തലയിലെ രോമമെല്ലാം എണ്ണിയിട്ടില്ലേ? സ്തോത്രം. അതിൽ ഒരു മുടി വീണാലും ഞാനറിയാതെ വീഴില്ല. യേശുപ്പച്ചൻ ഒത്തിരി കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഒരു കാശിന് 2 കുരുവി വിൽക്കുന്നില്ലേ? അതിലൊന്ന് വീണാലും ഞാൻ അറിയാതെ അത് വീഴില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 12-ാം അധ്യായം 6-ാമത്തെ വചനം വായിക്കുമ്പോൾ 2 കാശിന് 5 കുരുവി വിൽക്കുന്നു. മറ്റൊരു ഭാഗത്തിൽ മത്തായി സുവിശേഷം 10 തന്നെ ഉണ്ട്. 10:29 തോന്നുന്നു. 1 കാശിന് 2 കുരുകിൽ. 2 കാശിനാണെങ്കിൽ എത്ര കുരുകിൽ? 5 കുരുകിൽ. ഒന്ന് എക്സ്ട്രാ കൊടുക്കുന്നത് കൂടെയും കാണുന്ന ദൈവം, അറിയുന്ന ദൈവം, നടത്തുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, നിന്നെ പരിപാലിക്കും, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ യെസ് പറഞ്ഞു. ദൈവമക്കളെ, ഇത് 84 ജനുവരി മാസം 4-ാം തീയതി രാത്രി നടക്കുന്ന സംഭവമാണ്. പിറ്റേ ദിവസം ഞാൻ റോട്ടിൽ വന്നു. അന്നൊരു സൺഡേ ആണ്, 5-ാം തീയതി. ഒരു സഹോദരി അതിലെ വരികയാണ്. ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭയിലെ വിശ്വാസിയാണ്. ആ പുള്ളിക്കാർ പറഞ്ഞു, ദേവദാസേ, നിൻ്റെ മേൽ ബാധിച്ചിരുന്ന സാത്താനിയോ ശക്തിയെ, ആ ഭൂതപുത്രമോ അല്ലെങ്കിൽ ആ മെൻ്റലിനെ അല്ലെങ്കിൽ ആ ഭ്രാന്തിനെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഇന്നലെ രാത്രി മാറ്റി. കർത്താവ് മാറ്റി. നീ ഒരു ദൈവ പൈതലായിട്ട് ജീവിക്കണം എന്നെനിക്കൊരു ആലോചന പറഞ്ഞു. എൻ്റെ മുന്നിൽ ഒത്തിരി ചർച്ചകളുണ്ട്. എനിക്കന്ന് അതിനു മുമ്പ് ഞാൻ ചർച്ചിലൊന്നും കൂടുതൽ പോകാറില്ല. എൻ്റെ അപ്പനാണെങ്കിൽ ഒരു ചെറിയ ഒരു മന്ത്രവാദി പോലുള്ള ഒരാളുമാണ്. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ വന്ന് തട്ടിയെഴുപ്പും. പൂവൻ കോഴിയുടെ ഇറച്ചിയൊക്കെ വേവിച്ച് വെച്ചിരിക്കും. ഏതെങ്കിലും അമ്പലത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കോഴിയുടെ കഴുത്തിനെ കണ്ടിച്ചിട്ട് വരും. ചിലപ്പോൾ കരിങ്കിടാ കൊണ്ടുവരും, ആട്. അതേതെങ്കിലും ഒരു അമ്പലത്തിൽ അതിൻ്റെ തല കാണില്ല, വെട്ടിയിച്ച് കൊണ്ടുവരും. പുള്ളിക്ക് മന്ത്രവാദമൊന്നും അറിയില്ല. ആളുകളെ പറ്റിച്ച് മന്ത്രവാദം ചെയ്യുന്ന ഒരു പുള്ളിക്കാരനായിരുന്നു. ഇങ്ങനെയുള്ള കുടുംബത്തിൽ ജനിച്ച എനിക്ക് ദൈവം എന്തെന്നുള്ളത് അറിയില്ല. ഞാൻ ആ സഹോദരി പറഞ്ഞ വാക്കിനെ അനുസരിച്ചു. 1984 ജനുവരി മാസം 5-ാം തീയതി ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭയുടെ ഒരു മെമ്പറായിട്ട് ഞാൻ അവിടെ ആദ്യം ഏറിപ്പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 1985 ജൂൺ മാസം 9-ാം തീയതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനമെടുത്തു. 85 നവംബർ മാസം 12-ാം തീയതി പരിശുദ്ധാത്മാവിനാൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ എന്നെ നിറച്ചു. 84 മുതലേ ഞാനൊരു സുവിശേഷകനായി മാറി. എന്നെ കർത്താവ് അയക്കുന്നിടത്തൊക്കെയും ഞാൻ പോകും. എന്നെ ഒത്തിരി ആളുകൾ, ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ ആളുകൾ എന്നെ തേടി വരും. ഒരു റൗഡിയായി നടന്നവൻ, റൗഡിയിൽ ഉപരി ഭ്രാന്തനായി നടന്നവനെ കർത്താവ് രക്ഷിച്ചു. അവൻ്റെ സാക്ഷ്യം ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആളുകൾ വന്ന് വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ പോകും. എൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒത്തിരി യൗവനക്കാർ മാനസാന്തരപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ലോകരക്ഷകനായ യേശുവിനെ പോലെ മറ്റൊരുവനില്ല, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഈ ഭൂമിയുടെ മുകളിൽ യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല. അവനാലല്ലാതെ രക്ഷയില്ല. അവനാണ് ജീവൻ്റെ ഉറവിടം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ എനിക്ക് ദൈവം കൃപച്ചു. ആരും പഠിപ്പിച്ചിട്ടില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല. സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നേരിട്ട് ഇടപെട്ടു. അതുപോലെ തന്നെ കിട്ടുന്നതിലുള്ള ഓഹരി കൊടുക്കണമെന്നുള്ളത് ഒരു മനുഷ്യരും എനിക്ക് പറഞ്ഞു തന്നില്ല. ഒരു പാസ്റ്ററും പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുമില്ല. ബൈബിൾ വായിക്കുമ്പോൾ മലാക്കിയുടെ പുസ്തകം
3-ാം അധ്യായം അതിൻ്റെ 8-9 വചനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ അത് പറയുന്നുണ്ട്. മനുഷ്യന് ദൈവത്തിനെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. ഈ വചനം എന്നെ ഞാൻ വായിച്ചപ്പോൾ തമിഴിലാണെങ്കിൽ അത് ജനത്തറാക്കിയ நீங்கள் எல்லோரும் എന്നെ വഞ്ചിக்கிறீர்கள், എതിനാലേ ഉമ്മെ വഞ്ചിக்கிறோம் എൻகிறீர்கள், ദശമഭാഗത്തിനാലും കാണിക്കയിനാലും താനേ എന്ന് വഞ്ചിക്കുന്നതായ വചനം ഞാൻ വായിച്ചു. അടുത്ത 10-ാമത്തെ വചനം വായിക്കുമ്പോൾ ദശമഭാഗങ്ങളെയും കാണിക്കകളെയും പണ്ടകശാലയിലെ കൊണ്ടുവാരുങ്ങൾ, அப்பொழுது நான் வானத்தின் பலகணிகளை திறந்து ഇടംകൊള്ളാമർ പോകും മട്ടും. ഹലോ, മലയാളത്തിൽ എങ്ങനെയാണ്? ദശാംശത്തെയും കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരില്ലേ എന്ന്. അതിനാൽ എന്നെ എന്ത് ചെയ്യണം? പരീക്ഷിച്ചു നോക്കുവിൻ. ഈ വചനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ദശാംശം കൊടുക്കണമെന്നും ദൈവത്തിന് നമ്മുടെ ഓഹരി കൊടുക്കണമെന്നൊക്കെ ദൈവമക്കളെയും മനസ്സിലായി. ആരും പഠിപ്പിച്ചു തരാതെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ്റെ വചനത്തിൽ നിന്നും ഞാനും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതുപോലൊക്കെ ജീവിക്കാൻ തുടങ്ങി. കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എന്നെ അനുഗ്രഹിച്ചു. എങ്ങനെ വെറും സാക്ഷ്യവാചകങ്ങളുമായിട്ട് പോയാലോ? ഒരു ചിന്ത കൂടെ നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ച് ദൈവസന്നിധിയിലിരിക്കുവാൻ പെട്ടെന്ന് താല്പര്യപ്പെടുകയാണ്. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ ഇങ്ങനെ ഒരു ക്ഷണം ലഭിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഒരു തിരുവെഴുത്ത് നിങ്ങളോട് സംസാരിച്ചിട്ട് ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-8 വചനങ്ങളൊന്ന് വായിച്ചാട്ടാം. கர்த்தர் மேல் நம்பிக்கை வைத்து கர்த்தரையே தன் நம்பிக்கையாக இருக்கிற மனுஷன் பாக்கியவான். അവിടെ 7-ാമത്തെ വചനത്തിൽ നാം കാണുന്നതായ ഭാഗം, യഹോവയിൽ ആശ്രയിച്ച് യഹോവയെ തന്നെ ആശ്രയം വെച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കോടി സ്വത്തുകൾ ഉള്ളവനല്ല ഭാഗ്യവാൻ. ഈ നാട്ടിലെ ലക്ഷാധിപതിയല്ല ഭാഗ്യവാൻ. ഈ നാട്ടിനെ ഭരിക്കുന്നവനല്ല ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ തന്നെ ആശ്രയം വച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. വേദപുസ്തകത്തിനകത്ത് ഒത്തിരി ഭാഗ്യവാന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1-ാം സങ്കീർത്തനം തന്നെ അതിൻ്റെ 3-4 വചനങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്കിങ്ങനെ അവിടെ ഒരു ഭാഗ്യവർണ്ണ അത് കാണുവാൻ കഴിയും. ഒന്ന് വായിച്ചാട്ട്. 1-ാം സങ്കീർത്തനം അതിൻ്റെ 2-3 വചനങ്ങളൊന്ന് വായിച്ചാട്ടെ. അവിടെ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവവചനത്തെ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവിടെ 1-ാം സങ്കീർത്തനത്തിലും തന്നെ അതിൻ്റെ 3-ാമത്തെ വചനം എന്തു പറയുന്നു? അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും. ഒരു വൃക്ഷത്തെ സൂചിപ്പിച്ചാണ് സങ്കീർത്തനക്കാരൻ 1-ാമത്തെ സങ്കീർത്തനം തുടങ്ങുന്നത്. ഇവിടെ പ്രവാചകൻ വിളിച്ചു പറയുന്നു, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 8-ാമത്തെ വചനം, അവൻ തണ്ണീരണ്ടയിലെ നടപ്പെട്ടതും കാൽവായ് ഓരമായി തൻ വേറുകളെ വിടുகிறതും ഉഷ്ണം വരുമ്പോഴും பச்சையாக இருக்கிறதுமான மழை தாட்சியான காலங்களிலே
തപ്പാമൽ കനി കൊടുക്കുന്ന മനുഷ്യനുമായിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. 8 വായിച്ചാട്ടെ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ അവൻ വൃക്ഷം പോലെ ആകും. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവൻ ആറ്റരികത്ത് നട്ട വൃക്ഷം പോലെ തന്നെയാണ്. എന്താണ് അവിടെ പ്രവാചകൻ വിളിച്ച് പറയുന്നത്? നമുക്ക് സൂക്ഷിക്കാം, ശ്രദ്ധിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വചനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവ് ഉത്സവം കണ്ട് മടങ്ങി വരുന്നതായ സമുദായത്തെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ജനതയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഒന്ന് വായിച്ചാട്ടെ. ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതാ ഒരു ജീവനല നാദിൽ നിന്നും കൊണ്ട് വിളിച്ചു പറയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 13-14 വചനങ്ങളൊന്ന് വായിച്ചാൽ അവിടെ യേശു പറയുന്നതായ ഒരു ഭാഗമുണ്ട്. പറഞ്ഞാട്ടി. യേശു അവളോട് പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ എന്താകില്ല, ഒരു നാളും ദാഹം വരില്ല. ഇവിടെ പ്രവാചകൻ വിളിച്ചു പറയുന്നതായ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നാളും ദാഹം വരാത്തൊരു നദിയുണ്ട്. ആ നദി ക്രിസ്തു ആണെന്നുള്ളത് സൂചിപ്പിച്ചും കൊണ്ട് പറയുന്നതായ ഒരു ഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കാമെങ്കിൽ 49-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വചനം വായിക്കുമ്പോൾ യാക്കോബ് തൻ്റെ തലമുറകളെയെല്ലാം വിളിച്ച് അവർക്ക് വരുംകാലത്തിൽ സംഭവിക്കേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ അനുഗ്രഹിക്കുമ്പോൾ യോസേപ്പിന് കൊടുത്തതായ ഒരു അനുഗ്രഹം അതിനകത്ത് കാണുവാൻ കഴിയും. ഒന്ന് വായിച്ചാട്ടെ. യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷം അവൻ എവിടെയാ അവനെ നട്ടത്? നീരുറവിനരികിൽ നട്ടവൻ. അത് മാത്രമല്ല, അവൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരും. ഹല്ലേലൂയ. ഇതേത് മതിലിനെ സൂചിപ്പിക്കുന്നു? അവൻ ഏത് വൃക്ഷമാണെന്ന് സൂചിപ്പിക്കുന്നു? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ സാക്ഷാൽ മുന്തിരിവള്ളി, എന്നിൽ ഫലം കായ്ക്കുന്ന വൃക്ഷം അധിക ഫലം കായ്ക്കും. എന്നിൽ പറ്റി യോഹന്നാൻ 15 ആ ഭാഗങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും. നമ്മുടെ വേര്, നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലായിരിക്കണം. ഒരു വീട്ടിന് ഫൗണ്ടേഷൻ ഏറ്റവും വലിയ അത്യാവശ്യമാണ്. ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ ബിൽഡിംഗ് എത്ര വേണമെങ്കിലും പൊക്കിക്കെട്ടാം. യേശു തന്നെ അതിനെപ്പറ്റി ഒരു ഉപമ ഒരിക്കൽ പറഞ്ഞു. എൻ്റെ വാക്ക് കേട്ട് അതനുസരിക്കുന്നവൻ ഇങ്ങനെ ഉള്ളവനാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 പേര് വീട് കെട്ടുന്നു. ഒരുവൻ ഒരു വീട് കെട്ടി, അവൻ ആഴത്തോണ്ടി പാറമേൽ കെട്ടി. അടുത്തൊരുത്തൻ വീട് കെട്ടി, അവൻ മണലിന്മേൽ കെട്ടി. കാറ്റടിച്ചു, പെരുമഴ പെയ്തു, വീട്ടിന്മേൽ 2 വീട്ടിന്മേലും മോദി ഇരച്ചു തള്ളിക്കേറി. നമ്മുടെ വയനാട്ടിൽ ഇപ്പോൾ ഒരു ഇരച്ചു തള്ളലേറി. നമ്മെപ്പോലെ സമപ്രായക്കാരുടെ ബോഡികൾ ഒത്തിരി മണ്ണിനടിയിൽ കിടക്കുകയാണ്. നല്ലൊരു സഭാടക്കം പോലും കിട്ടാതെ പോയി. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ഈ ഭൂമിയിൽ വലിയ സമ്പന്നനായി മാറുന്നതിനേക്കാളും യേശുവിൻ്റെ പൈതലായി മാറുന്നത് നല്ലത്. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നത് നല്ലത്. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിച്ചു, അവരൊക്കെ മറിഞ്ഞു വീണു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നിമർന്നു നിൽക്കുന്നു. യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 19 ഒന്ന് വായിച്ചാട്ട്.
ഒരു വചനം കൂടെ വായിക്കാം. എൻ്റെ വേര് വെള്ളത്തിന്മേൽ പടർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2 മിനിറ്റ് കൊണ്ട് ഞാൻ നടത്താം. എൻ്റെ വേര് എവിടെയാണ് പടർന്നിരിക്കുന്നത്? വെള്ളത്തിന്മേൽ പടർന്നിരിക്കുന്നു. എൻ്റെ കൊമ്പിന്മേൽ എന്താ? മഞ്ഞ് രാപ്പാർക്കുന്നു. അടുത്ത ഭാഗം കൂടെ ഒന്ന് വായിച്ചാട്ടെ. എൻ്റെ മഹത്വം, തമിഴിലാണെങ്കിൽ എൻ ബിൽ പുതുബലൻ കൊള്ളുകറത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 10 കല്ലറകൾ മുന്നിൽ കിടക്കുകയാണ്. ഭക്തൻ്റെ മുന്നിൽ ഇത് കിടക്കുമ്പോഴും ഭക്തൻ വിളിച്ച് പറയുകയാണ്, എൻ്റെ വേര് വെള്ളത്തിന്മേൽ പറ്റിയിരിക്കുകയാണ്. ആ ക്രിസ്തുവിന്മേൽ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കാമോ? ക്രിസ്തുവിനായി ജീവിക്കുവാൻ നമ്മളെ സമർപ്പിക്കാമോ? ഈ തിരുവെഴുത്തുകളാൽ ദൈവം നമ്മെ സഹായിക്കും.